ഹായ് ഫ്രണ്ട്സ്, ഒലീവിയ സിൽവറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന കുറച്ച് ലേഡീസിന് പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ബ്രേസ്ലെറ്റ്സ് ആണ്. അപ്പോൾ അത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അത് ഏറ്റവും പെട്ടെന്ന് കയ്യിലേക്ക് എത്താനായിട്ട് ചാനൽ ഫോളോ ചെയ്യാം. അടുത്തതായിട്ട് പറയുന്നത് ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോണും പേളിന്റെ ഷെൽ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു 15 ഇയേഴ്സ് മുതൽ മേളിലേക്കുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. കുട്ടികൾക്കല്ല, കുറച്ചും കൂടി എബോ ആയിട്ടുള്ള സൈസിലുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഡിസൈൻസ് നമുക്കൊന്ന് കണ്ടാലോ. നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്ന റോസ് ഗോൾഡിന്റെ ചെയിൻ ആണ്. റോസ് ഗോൾഡിന്റെ ചെയിൻ എന്ന് പറയുമ്പോൾ ഈ റോസ് ഗോൾഡിന്റെ ബ്രേസ്ലെറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, രണ്ട് സൈഡ് ബോക്സ് ചെയിൻസ് ആണ് വരുന്നത്. ഡബിൾ ലെയർ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് വരുന്നത് ഇതിന്റെ രണ്ട് സൈഡിലും. അതുകൂടാതെ സെന്ററിൽ വന്നിട്ട് സ്റ്റോൺസ്, റെഡ്, ബ്ലാക്ക്, ഫൈറൂസ് കളറുള്ള സ്റ്റോൺസ് ആണ് വരുന്നത്. റെഗുലർ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. റഫ്യൂസ് ചെയ്താൽ അങ്ങനെ വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരുന്ന ഒരു പാറ്റേൺ അല്ല. സ്റ്റോൺസ് ആണെങ്കിലും നല്ല അടിപൊളി സെറ്റിംഗ്സ് ആണ് വരുന്നത്. മൈക്രോൺ സെറ്റിംഗ്സ് ഒക്കെയാണ് ചെയ്തേക്കുന്നത്. നല്ല പാറ്റേൺ ആയിരിക്കും. അതൊക്കെ റെഗുലർ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. ഒരു 1000 റേഞ്ചിലൊക്കെ വരുന്ന പാറ്റേൺസ് ആണ്. ഇത് വലിയ ഹെവി എമൗണ്ട് വരുന്ന ഒരു ഐറ്റം ഒന്നല്ല. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായാലും നമ്മുടെ സ്വന്തം ഉപയോഗത്തിനൊക്കെ ആയാലും യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺ ആണ്. ഹെവി റേഞ്ച് ഒന്നും വരുന്നില്ല കേട്ടോ ഇതിനൊന്നും. അടുത്തൊരു പാറ്റേൺ പറയുന്നത് നമ്മുടെ വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ്. ഇത് നമ്മുടെ സിംഗപ്പൂർ ചെയിന്റെ ഒരു പാറ്റേൺ ആണ് കേട്ടോ. സെയിം സിംഗപ്പൂർ ചെയിന്റെ അതേ സെയിം പാറ്റേൺ ആണ്. ഇതിന്റെ എൻഡിലായിട്ട് വരുന്നത് ഒരു ലോക്കറ്റ് ഉണ്ടാവും ഇതുപോലെ. ഇതിന്റെ ലോക്ക് വരുന്ന ഒരു മാഗ്നറ്റ് ആണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, സംഭവം ഓട്ടോമാറ്റിക്കലി മാഗ്നറ്റ് ക്യാച്ച് ചെയ്ത് പിടിക്കും. ഈ ഹാങ്ങിങ് ഇങ്ങനെ നിൽക്കും. അതാണ് ഇതിന്റെ ഒരു പാറ്റേൺ. നല്ല സിമ്പിൾ ആണ്, നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ. നമുക്ക് എല്ലാ ഡ്രസ്സിനും ഒക്കെ മാച്ച് ആവുന്ന ഒരു രീതിയിലുള്ള ഒരു സാധനമാണ്. ഇതാകുമ്പോൾ ഡാമേജസും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാമേജസ് വളരെ കുറവാണ്. സ്റ്റോൺസ് പോവാനോ ഐറ്റത്തിന് വേറെ ഒന്നും പൊട്ടിപ്പോകാനോ അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് റെഗുലർ ആയിട്ട് ഇപ്പോൾ പഠിക്കുന്നവർക്കായാലും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആയാലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതും ഈ പറഞ്ഞ പോലെ വലിയൊരു എമൗണ്ട് വരുന്ന ഒരു ഐറ്റം അല്ല കേട്ടോ. ഒരു 1000 to 1500 ഉള്ളിലൊക്കെ നിൽക്കുന്ന ഒരു പാറ്റേൺ അതൊക്കെ. ഇത് വേറൊരു പാറ്റേൺ. അപ്പൊ നേരത്തെ കണ്ട പോലത്തെ തന്നെ ബോക്സ് ചെയിൻ ആണ് ഇതിന് വരുന്നത്. പക്ഷേ ഇതിന്റെ സൈഡിൽ സിംഗിൾ ലൈൻ ആയിട്ട് ഉണ്ടാവുള്ള ബോക്സ് ചെയിൻ. നടുക്ക് വരുന്നത് സ്ക്വയറിൽ ഒരു സോൾട്ടഡ് സ്റ്റോൺ ആണ് വരുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡിൽ വരുന്ന ഒരു സ്റ്റോൺ ആയിരിക്കും. റോസ് ഗോൾഡ് കോട്ടഡ് തന്നെയാണ് സംഭവം. നേരത്തെ പോലെ നമ്മൾ പറഞ്ഞ പോലെ റെഗുലർ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ്. നല്ല രസം. പക്ഷെ ഇതിന്റെ ഒരു അഡ്ജസ്റ്റബിൾ ഡിഫറൻസ് ഉണ്ട്. മറ്റേതുപോലെയല്ല. ഇത് ജസ്റ്റ് ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടില്ല, ഇതിങ്ങനെ ജസ്റ്റ് മേളിലേക്ക് കയറ്റിയിടുകയും താഴേക്ക് ഇറക്കുകയും ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ സൈസ് ഒരു ഇഷ്യൂ അല്ല കേട്ടോ ഇതിന് നമുക്ക് ഏത് ഏജിലുള്ള ആൾക്കും, എത്ര വണ്ണമുള്ള ആൾക്കാണെങ്കിലും വണ്ണം കുറവുള്ള ആൾക്കാണെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. വലിയ എമൗണ്ട് ബഡ്ജറ്റ് വരുന്നില്ല കേട്ടോ. ഇത് വരുന്നത് സിൽവറിൽ വരുന്ന പാറ്റേൺ ആണ്. ഇപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ട റോസ് ഗോൾഡ് ആയിരുന്നു, പക്ഷെ ഇത് സിൽവർ ആണ്. പ്യുവർ സിൽവറിൽ റോഡിയം കോട്ട് ചെയ്തിട്ടുള്ള ഐറ്റാണ്. ഇതിന്റെ സെന്ററിൽ മാത്രമേ ഡിസൈൻ വരുന്നുള്ളൂ. ചെയിൻസ് രണ്ടറ്റത്തുള്ള ചെയിൻസും ഭയങ്കര തിന്നായിട്ടുള്ള ചെയിൻ ആയിരിക്കും. നല്ല ഭംഗിയാണ്. സെന്ററിൽ ആ ഡിസൈൻ മാത്രമാണ് കുറച്ച് ഹെവി ആയിട്ടുണ്ടാവുള്ളൂ. രണ്ട് സൈഡും വളരെ സിമ്പിൾ ചെയിനാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് സെന്റർ പോർഷനിൽ കൊടുത്തേക്കുന്ന പേളിന്റെ ഷെല്ലും പ്ലസ് സ്റ്റോൺസ്, വൈറ്റ് സ്റ്റോൺസും ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഹാർട്ട് ഷേപ്പും വരുന്നുണ്ട്. പിന്നെ ഒരു ബട്ടർഫ്ലൈ ആയിട്ടുള്ള ഡിസൈനും വരുന്നത്. രണ്ട് പാറ്റേൺ ആണ് വരുന്നത്. സോ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നല്ലൊരു രസമുള്ള പാറ്റേൺ ആയിരിക്കും. ഇതും ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ്ലെസ് ആണ്. അധികം റേറ്റ് ഒന്നും വരുന്നില്ല. ഒരു 1000 to 1500 ആ ഉള്ളിൽ തന്നെ റേഞ്ച് ബഡ്ജറ്റിൽ തന്നെ വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ വേറൊരു പാറ്റേൺ വരുന്നത് കുറച്ചും കൂടി നമുക്ക് സിൽവറിൽ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. കുറച്ച് ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിട്ടൊക്കെ ഇതിന് കൂടുതലായിരിക്കും. കുറച്ച് എന്താ പറയാ, പേളിന്റെ ഷെല്ലും വൈറ്റ് സ്റ്റോൺസും ആണ് ഇതിന് വരുന്നത്. പിങ്ക് കളറിലാണ് ഇതിന്റെ സെന്റർ പോർഷൻ വരുന്നത്. ഹാർട്ട് ഷേപ്പിന്റെ ഉള്ളിൽ വരുന്ന പേൾ ഷേപ്പിലുള്ള ഒരു പിങ്ക് കളറിലാണ് വരുന്നത്. പിന്നെ ഇതിന് വേറൊരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബ്രേസ്ലെറ്റ് വിത്ത് നെക്ലസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഗോൾഡിലൊക്കെ നമ്മൾ നെക്ലസിനെ ഉപയോഗിക്കുന്ന ത്രെഡ് ഒക്കെ ഇല്ലേ, ആ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇതിന്റെ ബാക്ക് ചെയിനിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നെക്ലസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു മൾട്ടിപർപ്പസ് ഐറ്റം ആണിത്. നമുക്ക് രണ്ട് ഐറ്റം ആയിട്ട് ഉപയോഗിക്കാം. ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കാം, നെക്ലസ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു യൂസ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഇത്ര നേരം കണ്ടതിനെക്കാട്ടി ഇത് കുറച്ച് ബഡ്ജറ്റ് കൂടെ ഒരു 2000 റേഞ്ചിലേക്ക് വരുന്നുണ്ട്. മറ്റേതൊക്കെ ഒരു 1000-1500 റേഞ്ച് ഉണ്ടായുള്ളൂ. ഇത് 2000 റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു കുറച്ച് ഡിഫറൻസ് ഉള്ളത്. ബാക്കിയൊക്കെ കോമൺ ആണ്. സ്റ്റോൺസ് ആണെങ്കിലും പേരുടെ ഷെല്ലും എല്ലാം കോമൺ ആണ്. കുറച്ച് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിന് വരുന്നത്.
അപ്പൊ ഇതൊക്കെയാണ് ഇത്തവണത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബ്രേസ്ലെറ്റ്സ്. എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കുറെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് നമ്മുടെ കയ്യിൽ പുതിയത് വന്നിട്ടുണ്ട്. പുതിയതായിട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് ഞങ്ങൾ കാണിച്ചത്. ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ടൈപ്സിലുള്ള ബ്രേസ്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ഒന്ന് ആലുവ മെട്രോ സ്റ്റേഷൻ ഗ്രൗണ്ട് ഫ്ലോറിലും, പിന്നെ ഒന്ന് വരുന്നത് ലുലുമാളിന്റെ അടുത്ത് പില്ലർ നമ്പർ 399 അടുത്തുമാണ് കേട്ടോ. 2 ബ്രാഞ്ചസ് ഉള്ള ജിക്ക്. അപ്പൊ ഈ 2 ബ്രാഞ്ചസിലും ഈ ഡിസൈൻസ് എല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും